നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാമകൃഷ്ണനെ ഒരു മകളെ ഉള്ളൂ. ആ മകൾക്ക് തന്നെയാ രാമകൃഷ്ണന്റെ സ്വത്തിന്റെ പൂർണ്ണ അവകാശം. അത് ഞാൻ പറഞ്ഞിട്ട് ബോധ്യമായില്ലെങ്കിലേ ബോധ്യപ്പെടുത്തി തരാൻ എനിക്കറിയാം. பசங்களே நீங்க தானடா ஹீரோஸ். இதுவரை அவருக்கு ஆர்க்கும் அவங்கிட்ட ஒரு சம்மதம் கிடைச்சே இல்ல. அதான் நீங்க வாங்கியிருந்தே. അമ്മയുടെ ഒരു സന്തോഷം കണ്ടോ ശരവണ? அது நமக்கு மட்டும்தானே தெரியும். இந்த நிமிஷத்துக்காக சுஜாதம்மா காத்திருந்து. ശരി, எல்லாம் நல்லேனா இருக்கோமா? അമ്മ വന്നു. ജോത്സ്യൻ എന്താ പറഞ്ഞ? എപ്പോഴാ മുഹൂർത്തം? മുഹൂർത്തം 3-4 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അയ്യോ, അല്ല 4 മാസം കഴിഞ്ഞിട്ടോ? സുജാതെ, അത് ശരിയാവില്ല. 4 മാസം നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ അമ്മേ? പിന്നെ ജോത്സ്യൻ ഒരു കാര്യം പറഞ്ഞു. നാളെ രാവിലെ ഒരു മുഹൂർത്തമുണ്ട്. അത് പക്ഷേ എന്നാ പിന്നെ വേറെന്തോ ആലോചിക്കാനാ? നമുക്കിത് നാളെ തന്നെ നടത്താം. ഞാനും അത് ചിന്തിക്കുന്നുണ്ട് രാമകൃഷ്ണേട്ടാ. നമുക്കിപ്പോ ആരെയും വിളിക്കാനൊന്നുമില്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതെ, വൈകിയ ചിലപ്പോ നിത്യ തീരുമാനം മാറ്റും. അത് ചിലപ്പോ നമുക്കൊക്കെ സങ്കടാവും. സുജാതമ്മേ, നമുക്ക് നാളെ തന്നെ നടത്തിയാലോ? സുജാതെ, അതെ, ഉള്ള ഒരുക്കങ്ങളൊക്കെ മതി. നാളെ തന്നെ നമ്മളിത് നടത്തുന്നു, അമ്പലത്തിൽ വെച്ച്. സാർ, അപ്പൊ ഇത് ഫിക്സ്ഡ്. ഇതുക്കു മേലെ ഇനി ഒരു പേച്ചേ കിടയാത്. ഞാനൊന്ന് ഹരിയോട് സംസാരിക്കട്ടെ. അമ്മ, ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം മുൻപേ ഇത് നടക്കണം. അല്ലെങ്കിൽ എന്നെ തോൽപ്പിച്ചു അല്ലേ? നിങ്ങൾ എല്ലാവരും ജയിച്ചു. നിന്റെ ജീവനേക്കാൾ കുഞ്ഞുങ്ങളുടെ ജീവനാ വിലയുള്ളത്. ഹരിയും ടീച്ചർ ഒന്നിക്കേണ്ടത് ഈശ്വരന്റെ തീരുമാനമാണെങ്കിൽ അത് നടന്നിരിക്കും. കൊള്ളാം, പിള്ളേരെ കൊണ്ട് കളിപ്പിച്ച നാടകം കൊള്ളാം. ഇതിന്റെ പുറകിലും അച്ഛന്റെ ബുദ്ധി തന്നെ ആയിരിക്കും. അതിപ്പോഴേ കുഞ്ഞുങ്ങളുടെ തീരുമാനത്തെ നീ അങ്ങനെയാണ് കാണുന്നെങ്കിൽ എനിക്ക് മറിച്ചൊന്നും പറയാനില്ല കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനേ എന്റെ ജീവിതത്തിൽ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഹരിയുടെ ജീവിതത്തിൽ ഞാൻ തട്ടിപ്പറിച്ചു. അതിനൊരു അർഹതയില്ലാതെ നീ അതിനെ ചവിട്ടി പുറത്താക്കിയപ്പോഴേ അവന്റെ ഉള്ളു പിടയുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്ക് അവന്റെ ജീവിതം തിരിച്ചു കൊടുത്തേ പറ്റൂ. അവന്റെ
അവന്റെ സന്തോഷം തിരിച്ചു കൊടുക്കണം. അതെന്റെ കടമയാ. നിനക്ക് നിന്റെ ജീവിതം, നിനക്ക് നിന്റെ ആഗ്രഹങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, ഈ കുടുംബത്തിനെ ദ്രോഹിക്കാതെ മര്യാദയ്ക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ എന്റെ സ്വത്തിന്റെ ഒരു ഭാഗം നിനക്ക് എഴുതിത്തരാൻ ഞാൻ തയ്യാറാ. അതിന്റെ അളവോ അവകാശമോ അതൊന്നും നീ പറയാൻ പാടില്ല. കാരണം എന്റെ പേരിലുള്ള ഭൂരിഭാഗവും ഹരിക്കും അവന്റെ കുഞ്ഞിനും വേണ്ടിട്ടാ ഞാൻ മാറ്റിവെക്കുക. ഇത് സമ്മതമാണെങ്കിൽ എപ്പോഴാ വേണ്ടത് നീ പറഞ്ഞാ മതി. എനിക്ക് അങ്ങനെ ഒരു ഭിക്ഷ വേണ്ട. രാമകൃഷ്ണനെ ഒരു മകളെ ഉള്ളൂ. ആ മകൾക്ക് തന്നെയാ രാമകൃഷ്ണന്റെ സ്വത്തിന്റെ പൂർണ്ണ അവകാശം. അത് ഞാൻ പറഞ്ഞിട്ട് ബോധ്യമായില്ലെങ്കിലേ ബോധ്യപ്പെടുത്തി തരാൻ എനിക്കറിയാം. നീ എന്താന്ന് വെച്ച ചെയ്തു കേട്ടോടി. നിന്നെ പോലെ ഒരുത്തിയെ നേരിടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്റെ ഹരിമോന് വേണ്ടിട്ടാ. എന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എന്റെ മകന് വേണ്ടിട്ടാ. അതിൽ തോറ്റു തരാൻ എനിക്ക് പറ്റുകയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.